നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില നക്ഷത്രക്കാരുടെ മുഖത്ത് അവർ അഹങ്കാരികളാണെന്നുള്ള ഒരു പ്രതിധ്വനി കണ്ടേക്കാം. പലരും അവരെ തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ചില നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അവരുടെ ഹൃദയം ശുദ്ധമായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഒരു സംശയം തോന്നാം. അത് മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ പെരുമാറ്റത്തിലും രൂപഭാവങ്ങളിലും ഒക്കെ തോന്നാം. മുതിർന്നവരോടും സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ ഇടപെടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വഞ്ചനയോ അല്ലെങ്കിൽ ഒരു ദോഷ സ്വഭാവവും ഒക്കെ ഉണ്ടാകാം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ അവരുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കാൾ വളരെ ശുദ്ധമാണ്, പരിശുദ്ധമാണ്, നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളാണ് അവര്. അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഏതാനും നക്ഷത്രങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും അവർ അഹങ്കാരികളാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്ന നക്ഷത്രക്കാരുടെ ഹൃദയം അതീവ നിർമ്മലവും പരിശുദ്ധവുമാണ്. ജ്യോതിഷപ്രകാരം ഓരോ വ്യക്തികളിലും പല പല മാറ്റങ്ങൾ നൽകുന്നുണ്ടാകും. നക്ഷത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രം കുറെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നക്ഷത്രത്തിന്റെ സവിശേഷതയാണ്. അതിന്റെ ഓരോ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പരിശോധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായിട്ട് 27 നക്ഷത്രത്തിന്റെയും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. എന്റെ സ്ക്രീനിൽ അതിന്റെ ലിങ്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ചില നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകള്, മറ്റുള്ളവർക്കുണ്ടാകുന്ന സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന നക്ഷത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം. ജനിക്കുന്ന നക്ഷത്രപ്രകാരം ഓരോ വ്യക്തിയും ചില പ്രത്യേകതകളിലേക്ക് മാറ്റപ്പെടുന്നു. അഹങ്കാരവും സ്നേഹവും അസൂയയും എല്ലാം ഇത്തരത്തിൽ ജന്മനക്ഷത്രപ്രകാരം ചില വ്യക്തികളിലേക്ക് എത്തിയേക്കാം. എന്നാൽ പുറമെ അഹങ്കാരികളാണ് എന്ന് തോന്നുമെങ്കിലും, സ്വഭാവത്തിന് ദോഷമുണ്ട് എന്ന് തോന്നുമെങ്കിലും, നിർമ്മലമായിട്ടുള്ള ഹൃദയമുള്ളവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അടുത്തറിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ളവരുടെ മനസ്സിന്റെ നന്മ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരിലും ഇത്തരത്തിൽ പ്രത്യേകതകളുണ്ട്. പല വീഡിയോകളും ഇത് സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ ആത്മാർത്ഥതയും മനഃശുദ്ധിയും ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമാണ്. ഇവരിലേക്ക് പലപ്പോഴും പലരും ആകൃഷ്ടരാകുകയും ചെയ്യും. നമുക്ക് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യം ഈ ഗണത്തിൽ പറയേണ്ട നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആത്മാഭിമാനം കൂടുതലുള്ളവരാണ്. ഇവരുടെ വ്യക്തിത്വം എപ്പോഴും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഇവർക്ക് സംസാരിക്കുന്ന കാര്യത്തിൽ പൊതുവെ താല്പര്യം കൂടുതലായിരിക്കും. ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ അഹങ്കാരികൾ എന്ന് മറ്റുള്ളവർ മുദ്ര കുത്തിയേക്കാം. ഇവർ തമാശ പോലെ എന്ന് കരുതി പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം. ഇവരുടെ പെരുമാറ്റം സംശയകരമായിട്ടായിരിക്കും മറ്റുള്ളവർ നോക്കുന്നത്. എന്നാൽ ഇവരുടെ മനസ്സ് പരിശുദ്ധവും നിർമ്മലവുമാണ്. അതാണ് ഏറ്റവും വലിയ സത്യം. അടുത്ത നക്ഷത്രം പൂര നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് എപ്പോഴും പുറമേ ചാർത്തി കിട്ടുന്ന പദവിയാണ് അഹങ്കാരി എന്നുള്ളത്. പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. സ്ത്രീകളാണെങ്കിൽ തന്നിഷ്ടക്കാരി എന്ന് തോന്നിപ്പിച്ചേക്കാം. എന്നാൽ ഇവർ ജീവിതത്തിൽ ഐശ്വര്യവും നന്മയും ഒക്കെ ഉള്ളവരാണ്. മറ്റുള്ളവരുടെ നന്മയും ആഗ്രഹിക്കുന്നവരുമാണ്. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിനാൽ ഇവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകാറുണ്ട്. ഇവരുടെ പ്രധാന പ്രശ്നമായി മറ്റുള്ളവർ കാണുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവർ മുഖവിലേക്ക് എടുക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ മോശം സ്വഭാവത്തിന് ഉടമകളാണ് എന്നും അഹങ്കാരികളാണ് എന്നും മറ്റുള്ളവർ വിലയിരുത്തും. എന്നാൽ ഇവർ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന മനസ്സ് നിർമ്മലമായിട്ടുള്ളവരാണ്. അടുത്തത് നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് പ്രതിപാദിക്കേണ്ടത്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട സ്വഭാവം ഉള്ളതാണ്. അല്ലെങ്കിൽ അവ്യക്തത മറ്റുള്ളവർ ചാർത്തി കൊടുക്കുന്നവരാണ്. ഇവർ വരും വഴാരിക നോക്കാതെ മറ്റുള്ളവരോട് കാര്യങ്ങൾ തുറന്ന് പറയാറുണ്ട്. തുറന്ന മനസ്സാണ് തൃക്കേട്ടക്കാർക്ക്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇവർ ചിലപ്പോൾ വിലമതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അഹങ്കാരികൾ എന്നുള്ളത് മറ്റുള്ളവർ ചാർത്തി കൊടുക്കും. തനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരും വരായിക നോക്കാതെ ഇവർ നടപ്പിലാക്കാറുമുണ്ട്. അതാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റവും. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാമെങ്കിലും ഇവരുടെ മനസ്സ് നിർമ്മലവും പരിശുദ്ധവുമാണ്. ഇനി പറയേണ്ടത് പൂരാട നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പലപ്പോഴും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന വഴി മറ്റുള്ളവർ അഹങ്കാരികളെന്ന് ഇവരെ മുദ്ര കുത്താറുമുണ്ട്. ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തിടുക്കത്തിലായിരിക്കും എന്ന് മാത്രം. അത് പലപ്പോഴും മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയേക്കാം. ആത്മവിശ്വാസം ഇവരിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചൊരു കാര്യം ചെയ്യുക എന്നുള്ളത് ഇവർ
ഇവർക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല സംസാരത്തിലൂടെ ഇവരെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ അഹങ്കാരികളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. എന്നിരുന്നാലും ഇവരുടെ മനസ്സ് പരിശുദ്ധവും നിർമ്മലവുമാണ്. ഇനി നമുക്ക് മറ്റൊരു നക്ഷത്രത്തെ കൂടി ഒന്ന് പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രമാണത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ആത്മാർത്ഥത അല്പം കൂടുതലായിരിക്കും. അത് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതുമാണ്. പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി ഇവരെ ഏറ്റെടുക്കും. ഒരു കാര്യം നിരൂപിച്ചാൽ അതിൽ ഭൂമി പിളർന്നാൽ പോലും അതിൽ നിന്ന് മാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരെ മറ്റുള്ളവർ അഹങ്കാരികളെന്ന് മുദ്ര കുത്താറുണ്ട്. ഇത്തരത്തിൽ സ്വന്തം തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അഹങ്കാരികൾ എന്ന് മുദ്ര കുത്തിയാലും ഇവരുടെ മനസ്സ് നിർമ്മലവും പരിശുദ്ധവുമാണ്. എന്റെ ഈ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. ഇനിയും ഇതുപോലുള്ള പഠനങ്ങളിലൂടെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.